ഹലോ ആൾ, കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത വീക്കാണ് നമുക്ക് ലാബ് അസിസ്റ്റൻ്റ് എക്സാം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതൊക്കെ നടക്കാൻ പോകുന്ന എക്സാംസാണ്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിൽ റാങ്ക് മേക്കിംഗ് ക്ലാസ്സസ് എന്ന സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേരള ഹിസ്റ്ററിയും അതുപോലെ എക്കണോമിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. അതിൽ ഉൽപ്പാദന ഘടകങ്ങളും അതുപോലെ വിവിധ സമ്പദ് വ്യവസ്ഥകളുമാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, കാൾ മാർക്സ് തുടങ്ങിയ തത്വചിന്തകരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഭൂമി, ഫാക്ടറി, ഗതാഗതം, സാങ്കേതിക വിദ്യ തുടങ്ങിയ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും നമ്മൾ പല ഉപാധികളും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഈ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധികളുടെ ഉടമസ്ഥത അത് പല രാജ്യങ്ങളിലും പലതരത്തിലാണ്. ചില രാജ്യങ്ങളിൽ അതിൻ്റെ ഉടമസ്ഥത സ്വകാര്യമായ വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ കമ്പനികളൊക്കെ ആയിരിക്കും അതിൻ്റെ ഉടമസ്ഥത ഉണ്ടായിരിക്കുക. ചില രാജ്യങ്ങളിൽ പൊതു ഉടമസ്ഥതയിലായിരിക്കും, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും വരിക. ചില രാജ്യങ്ങളിൽ രണ്ടു പേർക്കും ഒരേപോലത്തെ പങ്കാളിത്തമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഉൽപ്പാദനോപാധികളുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സമ്പദ് വ്യവസ്ഥകളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഈ ഭൂമി, അതുപോലെ ഫാക്ടറി, ഗതാഗതം തുടങ്ങിയ ഉൽപ്പാദന ഉപാധികളൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ലാഭം മാത്രം ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കും. അങ്ങനത്തെ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇതിനെ മാർക്കറ്റ് ഇക്കോണമി അഥവാ കമ്പോള വ്യവസ്ഥ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. മാർക്കറ്റ് ഇക്കോണമി അഥവാ കമ്പോള വ്യവസ്ഥ ഓർത്തു വയ്ക്കുക. ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് അങ്ങനെ പറയാൻ കാരണം ലേസസ് ഫെയർ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലേസസ് ഫെയർ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കുക. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്വകാര്യ സ്വത്തവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, പാരമ്പര്യമായ സ്വത്ത് കൈമാറ്റ രീതി, സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയായിരുന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് സവിശേഷതകൾ. എന്തൊക്കെ? സ്വകാര്യ സ്വത്തവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, പാരമ്പര്യമായ സ്വത്ത് കൈമാറ്റ രീതി, സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത ഏതെന്ന് കണ്ടെത്താനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. അതായത് ഇവിടെ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഇഷ്ടമുള്ള വിലയിൽ വിൽക്കുന്നതാണ് ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ രീതി. USA, ബ്രിട്ടൻ, ഫ്രാൻസ് ഈ രാജ്യങ്ങളൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഇവിടെ ഓർത്തു വയ്ക്കേണ്ടത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഡെഫിനിഷൻ: എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതും അതുപോലെ ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. കമ്പോള വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. ഇനി അതിൻ്റെ മറ്റ് സവിശേഷതകളും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരെന്നതും ഓർത്തു വയ്ക്കണം. ഇനി അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപ്പാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ഒരു കേന്ദ്രീകൃത ആസൂത്രണം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇവിടെ ഗവൺമെൻറ് ആയിരിക്കും ഈ
ഭൂമി, അതുപോലെ ഫാക്ടറികൾ, ഗതാഗതം, സാങ്കേതികവിദ്യ തുടങ്ങിയ ഉൽപ്പാദന ഉപാധികളൊക്കെ നിയന്ത്രിക്കുന്നത്. അവർ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആസൂത്രണമായിരിക്കും അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവുക. ഇങ്ങനത്തെ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിതാവ് കാൾ മാർക്സ് ആണ്. കമാൻഡ് ഇക്കോണമി എന്നൂടി സോഷ്യലിസ്റ്റ് വ്യവസ്ഥ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഡെഫിനിഷൻ, സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാണ്? കാൾ മാർക്സ് ആണ്. കമാൻഡ് ഇക്കോണമി എന്ന പേര്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതായതുകൊണ്ട് ലാഭം എന്നതിനുപരി ജനക്ഷേമം, സാമ്പത്തിക സമത്വം, ആസൂത്രണം എന്നിവയ്ക്ക് കൂടി ഇത് പ്രാധാന്യം നൽകുന്നുണ്ട്. ജനക്ഷേമം, സാമ്പത്തിക സമത്വം, ആസൂത്രണം ഇവയ്ക്ക് കൂടി പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് മുൻ സോവിയറ്റ് യൂണിയനൊക്കെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ചൈന, ക്യൂബ അവിടെയൊക്കെ സോഷ്യൽ സമ്പദ് വ്യവസ്ഥ ഉണ്ടെങ്കിലും പൂർണ്ണമായ രീതിയിൽ അവിടെ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പൂർണ്ണമായ രീതിയിൽ ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായാലും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായാലും നിലനിൽക്കുന്നില്ല, എവിടെയും നിലനിൽക്കുന്നില്ല. അടുത്തത് നമുക്ക് നോക്കാം. എപ്പോഴും ചോദിച്ചു വരാറുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ നിലനിൽക്കുന്നു. അതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഗവൺമെൻറ് കൂടി ഇടപെടുന്നുണ്ടല്ലോ, അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുണ്ടാവും. അതേപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ പൊതുമേഖലയ്ക്കായാലും അതുപോലെ സ്വകാര്യ മേഖലയ്ക്കായാലും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇന്നത്തെ ലോകത്ത് കംപ്ലീറ്റ് ആയ രീതിയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയോ കാണാൻ കഴിയില്ല. ഇപ്പോൾ മുതലാളിത്ത രാജ്യങ്ങളായ USA, UK അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ സർക്കാർ നിയന്ത്രണങ്ങളോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ് മുതലാളിത്ത രാജ്യം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ചൈനയും ക്യൂബയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്. പക്ഷേ അവിടെ സ്വകാര്യ സ്വത്തവകാശവും സ്വതന്ത്ര കമ്പോളവും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഉൽപാദന ഘടകങ്ങളെ കുറിച്ചാണ് ഇനി നോക്കാനുള്ളത്. അതിനു മുൻപ് എന്താണ് ഉൽപാദനം? ഇക്കണോമിക്സിൽ അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇതൊക്കെ SCERT ഫാക്ട്സ് ആണ്. SCERT റെഫർ ചെയ്തിട്ടാണ് ഈ ഫാക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഡെഫിനിഷനൊക്കെ കറക്റ്റ് പറയുന്നത്. അപ്പോൾ അതെല്ലാതും ഓർത്ത് വയ്ക്കുക. ഓരോന്നും പ്രത്യേകം എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. ഉൽപാദനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. അതായത് ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് സാധനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ പേന, പുസ്തകം അതൊക്കെ സാധനങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ സാധനങ്ങളെ പോലെ കാണുവാനോ സ്പർശിക്കുവാനോ കഴിയാത്തതും എന്നാൽ അനുഭവിച്ചറിയാവുന്നതുമാണ് ഈ സേവനം എന്ന് പറയുന്നത്. ഇപ്പോൾ അധ്യാപനം, ടീച്ചിങ് അതൊരു സേവനമാണ്. അപ്പോൾ ഈ സാധനങ്ങളും സേവനങ്ങളും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദന ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൊഡക്റ്റ്, ഉൽപ്പന്നം കിട്ടുന്നത്. ഒരു ഉൽപ്പന്നത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽപാദന ഘടകങ്ങളെ നമുക്ക് 4ആയിട്ട് തിരിക്കാൻ കഴിയും. എന്തൊക്കെയാണത്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ലാൻഡ്, ലേബർ,
ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇങ്ങനെ 4ആയിട്ട് തിരിക്കാൻ കഴിയും. അപ്പം നമ്മുടെ ഭൂമി പറഞ്ഞാൽ എന്താ? ഭൂമി പറഞ്ഞാൽ ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തിലെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഉൽപാദന ഘടകമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണ്, ഖനികൾ അതൊക്കെ ഭൂമി എന്ന ഉൽപാദന ഘടകത്തിന് ഉദാഹരണമാണ്. എന്താണ് ഡെഫിനേഷൻ ഒന്നുകൂടി പറയാം. ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും. ഭൂമി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉൾപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഉൽപാദന ഘടകമാണ് ഭൂമി. മണ്ണ്, ഖനികളൊക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം, റെന്റ്. ഓർത്തു വെക്കുക. ഇനി തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളി തൻ്റെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. ഈ അധ്വാനശേഷിക്കുള്ള പ്രതിഫലമാണ് കൂലി. ഓർത്തു വയ്ക്കുക. തൊഴിലാളി തൻ്റെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. ഇനി മൂലധനം എന്ന് വെച്ചാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ ഇതൊക്കെയാണ് മൂലധനത്തിൽ ഉൾപ്പെടുന്നത്. അതായത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ. ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാണ്. ഇവയ്ക്ക് ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ മൂലധനം എന്ന് പറയും. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. അപ്പോൾ ഇനി ഈ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം ഇവയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സംഘാടനം എന്ന് പറയുന്നത്. ഈ സംഘാടനം നടത്തുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറയും? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നൊക്കെ പറയും. സംഘാടനത്തിലുള്ള പ്രതിഫലമാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്തൊക്കെയായിരുന്നു ഉൽപാദന ഘടകങ്ങൾ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി എന്താന്ന് പറഞ്ഞു? എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഭൂമി എന്ന് പറയുന്നത്. മണ്ണ്, ഖനികൾ അതൊക്കെ ഉദാഹരണമാണ്. ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും, അതാണ് ഭൂമി എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം. രണ്ടാമത്തെ തൊഴിൽ എന്താ പറഞ്ഞു? തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാളി തൻ്റെ അധ്വാന ശേഷി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനാണ് തൊഴിലെന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന പ്രതിഫലം കൂലി. മൂലധനം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് മൂലധനം എന്ന് പറയുന്നത്. പലിശയാണ് അതിന് പ്രതിഫലമായിട്ട് കിട്ടുന്നത്. ഈ ഘടകങ്ങൾ ഭൂമി, തൊഴിൽ, മൂലധനം തുടങ്ങിയ ഘടകങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. ലാഭമാണ് അതിന് നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉൽപാദന ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്കൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? വിവിധ സമ്പദ് വ്യവസ്ഥ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, വിവിധ ഉൽപാദന ഘടകങ്ങളെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിവിധ സാമ്പത്തിക മേഖലകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണെന്നൊരു എല്ലാവർക്കും അറിയുന്നുണ്ടാകും. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അങ്ങനെ സമ്പദ്ഘടനയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.